ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയാലോ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവില്ലേ, ഗർഭിണികളാകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിലിരിക്കുന്ന ആൾക്കാർ ഇവരുടെ അടുത്തൊക്കെ ഫോളിക് ആസിഡ് കഴിക്കാൻ വേണ്ടി പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ഫോളിക് ആസിഡ്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഫോളിക് ആസിഡ് കഴിക്കേണ്ടത്, ഈ പറയുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിലെ കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഫോളിക് ആസിഡ് എന്ന് നോക്കാം. വൈറ്റമിൻ B9 ആണ് നമ്മൾ ഫോളിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഫോളിക് ആസിഡിന്റെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഡോസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 മൈക്രോഗ്രാം പെർ ഡേ ആണ്. എന്നിരുന്നാലും നമുക്ക് ടാബ്ലറ്റ്സ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് 5 mg ടാബ്ലറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഒരു ടാബ്ലറ്റ് വീതമാണ് കഴിക്കേണ്ടത്. ഇനി ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കഴിക്കാം, അതായത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ കഴിക്കാവുന്നതാണ്. എന്തിൽ നിന്നൊക്കെ നമുക്ക് ഫോളിക് ആസിഡ് കിട്ടും? സാധാരണ പരിപ്പ് വർഗ്ഗങ്ങൾ, ധാന്യവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതിലൊക്കെ ധാരാളം ഫോളിക് ആസിഡ് ഉണ്ട്. കൂടാതെ ഇലക്കറികളും ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സാധാരണ സ്പിനാച്ച്, കോൺ, മഷ്റൂം ഇതിലൊക്കെ കുറേ അളവിൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഫോളിക് ആസിഡ് നമ്മൾ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അമ്മയ്ക്കും കൊച്ചിനും ഒരുപോലെ ഗുണങ്ങളാണ് ഫോളിക് ആസിഡ് കഴിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ആദ്യം തന്നെ നമുക്ക് അമ്മയ്ക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോളിക് ആസിഡ് അമ്മയുടെ DNA പ്രവർത്തനം സുഗമമാക്കുകയും DNA എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അബോർഷൻ ഉണ്ടാവുക, കുട്ടി നേരത്തെ തന്നെ ഡെലിവറി ആവുക, അങ്ങനെയുള്ള ചാൻസസ് ഫോളിക് ആസിഡ് കുറയ്ക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അനീമിയ അഥവാ വിളർച്ച എന്ന് പറയുന്ന സാധനത്തിനെ തടയുന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണത്തിൽ ഫോളിക് ആസിഡ് വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ചുവന്ന രക്താണുക്കൾ ഉണ്ടാകാൻ വേണ്ടി ഫോളിക് ആസിഡ് സഹായിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ചയെ തടയാൻ വേണ്ടി ഫോളിക് ആസിഡ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒരു ബീജം അണ്ടവും കൂടി ചേർന്നിട്ട് ഭ്രൂണം ഉണ്ടായി വരുന്ന സമയത്ത് ഒരുപാട് ഈ കോശങ്ങൾ വിഭജിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് ഒരുപാട് സഹായിക്കുന്നു. ഇതൊന്നും കൂടാതെ തന്നെ ഗർഭാവസ്ഥയിലിരിക്കുന്ന അമ്മയ്ക്ക് ചിലപ്പോൾ ഹാർട്ട് ഡിസീസോ ക്യാൻസറോ ഫിക്സ്, അതായത് BP കൂടിയിട്ട് ഫിക്സ് പോലുള്ള കണ്ടീഷൻ, പ്രീ എക്ലാംസിയ എന്ന് പറയും അതിന്, ആ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ അമ്മയ്ക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഫോളിക് ആസിഡ് ഒരു പരിധി വരെ സഹായിക്കുന്നു. ഇനി കുട്ടിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഫോളിക് ആസിഡ് മൂലം ഉണ്ടാവുക എന്ന് നോക്കാം. ആദ്യത്തെ ഗുണം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. തലച്ചോറിൻ്റെയോ നട്ടെല്ലിൻ്റെയോ വൈകൃതമുള്ള കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടി ഒരു പരിധി വരെ ഫോളിക് ആസിഡ് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ജനിതക വ്യതിയാനങ്ങൾ, അതായത് കൺജെനിറ്റൽ ഡിഫോമിറ്റീസോടുകൂടി കുട്ടികൾ ജനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫോളിക് ആസിഡ് സഹായിക്കുന്നു. അതോടൊപ്പം കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ഈ വെയിറ്റ് കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുട്ടിയുടെ എന്തെങ്കിലും മാൾഫോർമേഷൻസ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തടയാൻ വേണ്ടി ഫോളിക് ആസിഡ് സഹായിക്കുന്നു. ഇങ്ങനെ കുട്ടിക്കും അമ്മയ്ക്കും ഒരുപോലെ ഗുണങ്ങൾ ഫോളിക് ആസിഡ് കാരണം ഉണ്ടാകുന്നുണ്ട്. കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ ബീജവും അണ്ടവും സങ്കലനം ചെയ്തിട്ടാണ് ഭ്രൂണം ഉണ്ടാവുന്നത്. അപ്പൊ ഈ ബീജത്തിന്റെയും അണ്ടത്തിന്റെയും ക്വാളിറ്റി എന്ന് പറയുന്നതിൽ ഫോളിക് ആസിഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഫോളിക് ആസിഡ് ഗർഭമാവുന്നതിന് മുന്നേ തന്നെ എടുത്ത് കഴിച്ചു തുടങ്ങണം എന്ന് പറയുന്നത്. അതായത് നല്ല ഓവമാണ് ഉണ്ടാവുന്നത്, നല്ല ബീജമാണ് ഉണ്ടാവുന്നതെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മാത്രമാണ് ആ ഭ്രൂണം നിലനിൽക്കുള്ളൂ, അതോടൊപ്പം തന്നെ ഹെൽത്തി ആയിട്ട് അത് വളരെയുള്ളൂ. അപ്പോൾ ഈ ബീജം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഓവം ഉണ്ടാവുന്നത് തൊട്ടിട്ട് കുട്ടിയുടെ ഡെലിവറി വരെ ഫോളിക് ആസിഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടെന്ന് നമുക്കിപ്പോൾ മനസ്സിലായില്ലേ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫോളിക് ആസിഡിനെ കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിലെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്ത് കണ്ടന്റ് ആയിട്ടാണ് ഞാൻ വരേണ്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.